നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 സേ ഈ വീഡിയോ വളരെ 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 ഇൻഫോർമേറ്റീവ് ആണ്. മാക്സിമം കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. +2 സേ തോറ്റ കുട്ടികൾ ഇത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. സ്കിപ്പ് ചെയ്യുകയേ ചെയ്യരുത്. കാരണം ഈ വീഡിയോയ്ക്കകത്തുള്ള കണ്ടന്റ് നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരവുണ്ട്. അന്നേരം ആദ്യം തന്നെ പറയും, ഇപ്പം എനിക്ക് 10,000 കണക്കിന് മെസ്സേജുകളാണ് വരുന്നത്. കാരണം +1 എഴുതണോ സാറേ, +2 എഴുതണോ സാറേ. അന്നേരം നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് ആ സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടിയും ഞാൻ വ്യക്തമായിട്ട് പറയും. അതുപോലെ തന്നെ നമ്മുടെ പുത്തൻ ബാച്ചസ്, സേവയുടെ ബാച്ചസ് ബുധനാഴ്ച, അതായത് മറ്റന്നാൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാം പുത്തൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ചേരുന്നതിൻ്റെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ഓർഡറിലായിരിക്കും ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്. മാത്രമല്ല സാധാരണ പോലെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന പോലെ, ബാക്കിയുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ സേല കുട്ടികൾ, ഫെയിലായ കുട്ടികൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് അല്ല നമ്മുടെ രീതി. നമ്മൾ പഠിപ്പിക്കുന്ന രീതി അങ്ങനല്ല. ഒരു 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ സിമ്പിളായിട്ടുള്ള നോട്ട്സ്, ഏത് സമയം ക്ലാസ്സുകൾ കാണാൻ പറ്റുന്ന രീതി, ഇതെല്ലാം വെച്ച് നമുക്ക് അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഡബിൾ പാസ് മാർക്ക് കൂടുതൽ മേടിക്കാം. നമ്മൾ പിന്നെ തോക്കത്തേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു 97-98% സേയ്ക്ക് മാത്രം വിജയശതമാനം വേറെ ഒരാൾക്കും അവകാശപ്പെടാനില്ല. അതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ഇനി നമുക്ക് കാര്യത്തിലടക്കാം. അങ്ങനെ ചേരേണ്ട കുട്ടികൾ ഒരു കാര്യം കൂടെ ചെയ്യുക. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും ഏത് സബ്ജക്ട്സ് ആയാലും അത് കൃത്യമായിട്ട് ഇടുക. വളരെ തുച്ഛമായ ഫീസേ ഉള്ളൂ. പക്ഷേ അത് ഒരു മാസത്തേക്കുള്ളതല്ല, മൊത്തം മാസത്തേക്കും ആ ഒരു ഫീസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചേരാം. ഒരു കാര്യം ഉറപ്പിക്കാൻ, നിങ്ങൾ 100% ജയിക്കും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. +2 തോറ്റ കുട്ടികളാണല്ലോ ഇനി വരുന്ന കാര്യങ്ങൾ പരീക്ഷകൾ എഴുതേണ്ടത്. അവരെങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്ന് ശ്രദ്ധിക്കാം. +2 തോറ്റ കുട്ടികൾക്ക് 3 വിഷയം വരെ, 3 വിഷയം തോറ്റ കുട്ടികൾ, 3ൽ കൂടുതൽ വിഷയം തോറ്റ കുട്ടികളുടെ കാര്യം പറയാം. 3 വിഷയം വരെ തോറ്റ കുട്ടികൾക്ക് നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റിന്റെ എക്സാം ഉണ്ട്. പല കുട്ടികളും പല രീതികളാണ് പറയുന്നത്. ചിലർ പറയുന്നത് സെപ്റ്റംബറിലാണ് പരീക്ഷ, അടുത്ത മാസമാണ്. അല്ല, ഒക്ടോബർ പകുതി കഴിഞ്ഞിട്ടായിരിക്കും പരീക്ഷ എന്നാണ് ഇതുവരെ ഒഫീഷ്യലായിട്ട് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അന്നേരം 3 വിഷയം വരെ തോറ്റ കുട്ടികൾക്ക് നിങ്ങൾക്ക് +1 ഈ 3 വിഷയങ്ങളും നിങ്ങൾക്ക് നല്ലതുപോലെ എഴുതി നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ ഡബിൾ പാസ് മാർക്ക് നിങ്ങൾക്ക് മേടിക്കാം. അതിന് +1 തോറ്റവർക്ക് മാത്രമല്ല, നിങ്ങൾ കഴിഞ്ഞ വട്ടം +1 ജയിച്ച കുട്ടികൾക്കും നിങ്ങളിപ്പം ഉദാഹരണത്തിന് 10 മാർക്ക് ഒരു കുട്ടിക്ക് കിട്ടി. ഈ 10 മാർക്ക് കിട്ടിയ കുട്ടി +1ലാണ്. 10 മാർക്ക് കിട്ടിയ കുട്ടിക്ക് നിങ്ങൾ പഠിച്ചൊരു ഡബിൾ പാസ് മാർക്ക് 26 മാർക്ക് കൊണ്ട് മേടിച്ച് 36 മാർക്ക് മേടിച്ചാൽ സെക്കൻഡ് ഇയർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അറ്റൻഡ് ചെയ്യണമെന്നുള്ള റൂളാണ്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒരുമിച്ച് വേണം ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ. ഇത് ഫസ്റ്റ് ഇയർ നിങ്ങൾ 10 മാർക്കുള്ള ഒരു കുട്ടി 26 മാർക്ക് മേടിച്ചാൽ ഡബിൾ പാസ് മാർക്ക് മേടിച്ച് 36 ആയി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഇയർ നിങ്ങൾ പേരിന് വേണ്ടി ഒന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ഇനി തിരിച്ച് +1 നിങ്ങൾ ജയിച്ചു, നിങ്ങൾക്ക് 20 മാർക്കുണ്ട്, നിങ്ങൾ ജയിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? അത് ഇംപ്രൂവ് ചെയ്ത് നിങ്ങൾ 16 മാർക്ക് കൂടെ കൂട്ടണം. 36 മാർക്കാക്കി ഡബിൾ പാസ് ആക്കിയാലും നിങ്ങൾ ജയിച്ചു. സെക്കൻഡ് ഇയർ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ 20 മാർക്കുള്ള ഒരു കുട്ടി നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ കുറയുകയാണ്. 15 മാർക്കാണെങ്കിൽ ആ 20 മാർക്ക് ആദ്യത്തെ മാർക്ക് പോകും. ഏറ്റവും നിങ്ങൾ പുത്തനായിട്ട് എഴുതുന്ന പരീക്ഷയുടെ മാർക്ക് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. പക്ഷേ ഇത് 100% ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ചാൻസ് ആണ് ഈ ഒക്ടോബറിൽ കിട്ടുന്ന പരീക്ഷ. ബാക്കി നിങ്ങൾ ഒരുപാട് പരീക്ഷകളാണ് 1 മാസം കൊണ്ട് ജയിപ്പിക്കുക, 20 ദിവസം കൊണ്ട് ജയിപ്പിക്കുക. എന്തിനാണ് 2 മാസം കഴിയുമ്പോൾ പരീക്ഷ വരുന്നു. ആ പരീക്ഷയുടെ റിസൾട്ട് നവംബറിൽ വരും. പിന്നെ എന്തിനാണ് നമ്മൾ വേറെ ടെൻഷനൊക്കെ പഠിക്കുന്നത്? ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമിൻ്റെ അത്രയും വാലിഡിറ്റി വേറെ ഒന്നിനുമില്ല. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ. അന്നേരം നിങ്ങൾ കൃത്യമായിട്ടും ഈ രീതിയിൽ കൃത്യമായും നമ്മൾ പറയുന്ന രീതിയിൽ പഠിക്കുവാണെങ്കിൽ മാത്രം ഉറപ്പിച്ച് നിങ്ങൾക്ക് ഒരാൾക്ക് പോലും ഫെയിൽ ആകത്തില്ല. അതിനകത്ത് സംശയം വേണ്ട. ഒരു കുട്ടി പോലും ഫെയിൽ ആകത്തില്ല. ഡബിൾ പാസ് മാർക്ക് കൂടുതൽ മേടിച്ച് തരാമെന്ന് ഞാൻ ഉറപ്പ് വരുന്നത്. എനിക്ക് ഉറപ്പ് പറയാം. ഇത് പബ്ലിക്കായിട്ടാണ് നമ്മൾ ഉറപ്പ് വരുന്നത്. നമ്മുടെ ബാച്ചിൽ കയറുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും ആ രീതിയിൽ ഇപ്പോൾ ഇത്രയും വർഷം കൊണ്ട് നമ്മൾ ഇതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് വിജയം എല്ലാ ബാച്ചിലും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. കുട്ടികൾ അതുപോലെ പഠിക്കുന്നുമുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അന്നേരം നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പാണ്. അന്നേരം പരീക്ഷ തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ പകുതിക്ക് ശേഷമാണ്. കൃത്യമായ ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും ഒക്ടോബർ പകുതിക്ക് ശേഷമുണ്ട്. അന്നേരം ഇപ്പം ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ 2.5 മാസമുണ്ട്. ഈ 2.5 മാസം കൊണ്ട് നമുക്ക് 1 മാസം റിവിഷൻ ചെയ്യണം. ബാക്കിയുള്ള രീതിയിലെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതായിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് നമുക്ക് ജയിക്കാൻ പറ്റും. ഇനി 4 വിഷയങ്ങൾ പോയിട്ടുള്ളവർക്ക് ഒരു പ്രശ്നമുണ്ട്. 3 വിഷയം മാത്രമല്ലേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 4ാമത്തെ വിഷയം നിങ്ങൾ അല്ലെങ്കിൽ 4-5 വിഷയം പോയിട്ടുള്ളവർക്ക് 4-5 വിഷയങ്ങൾ നിങ്ങൾ സെക്കൻഡ് ഇയർ മാർച്ചിൽ എഴുതിയെടുക്കണം. അത് മാർച്ചിൽ അങ്ങ് എഴുതിയെടുക്കണം. കാരണം പിന്നെ അങ്ങോട്ട് സിലബസും ഒക്കെ മാറി കഴിഞ്ഞാൽ പിന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയോ വേണ്ട. ഈ വർഷം ലാസ്റ്റ് ചാൻസ് ആണ്. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മക്കളെ ഒരാളും തോക്കത്തില്ല.
ഒരു രീതിയിലും ഒരാളെ നോക്കത്തില്ല. ഇപ്പം നമ്മുടെ ബാച്ചിലൊക്കെ ഞാൻ പറഞ്ഞില്ല എപ്പോഴും 97-98 വിജയശതമാനം കിട്ടുന്നത് അധ്യാപകർ മാത്രം എടുക്കല്ല. ആ പറയുന്ന ചോദ്യങ്ങൾ വൃത്തിയായിട്ട് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവരോട് പഠിക്കുമ്പോഴാണ് റിസൾട്ട് പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർക്കെല്ലാം നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് കൃത്യമായിട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള സംശയങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ ദുരിതുരാന്നുള്ള മെസ്സേജ് അയക്കുന്നതിന് വരെ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. പതുക്കെ പഠിച്ചു തുടങ്ങാം. ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകാം, കോഴ്സ് എടുക്കുന്നവർക്ക് കോഴ്സ് എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1 മണിക്കൂർ പഠിക്കാൻ പറ്റത്തില്ലേ? അത് മതി. ആ ഒറ്റ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏത് സമയം കാണാൻ പറ്റുന്ന ക്ലാസ്സുകളാണ്, സിമ്പിളായിട്ടുള്ള നോട്ട്സാണ്, ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴ്സ് എടുത്ത് പഠിക്കാം. എന്നിട്ട് ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ പരീക്ഷ ഒക്ടോബർ 10 കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യേണ്ടവർ ഫോളോ ചെയ്ത് വെച്ചേക്കുക. എല്ലാം പുത്തനായിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിയിരിക്കും, തന്നിരിക്കും. വീഡിയോയ്ക്കകത്ത് ചുമ്മാ ഒരു അപ്ഡേറ്റ് തരത്തില്ല. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർന്നു എന്ന് കരുതുന്നു. എന്തായാലും പുത്തനായിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഫോളോ ചെയ്യാനുള്ളവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുക. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.